വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ച് കൺസേൺഡ് ആയ ആളുകളെല്ലാം ഈ വീഡിയോ കൃത്യമായിട്ട് കേൾക്കുകയും ഇതിനു വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ഇങ്ങനൊരു മുഖവരം നൽകുന്നത്. നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലോട്ടുള്ള എൻട്രൻസ് എക്സാം ആയിട്ടുള്ള കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഏപ്രിലിൽ കഴിഞ്ഞതാണ്. ഏപ്രിലിൽ കഴിഞ്ഞ് പൊതുവെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്ന് കീം പരീക്ഷയിലെ മാർക്ക്, അതിൻ്റെ പെർസെൻറ്റേജ്. രണ്ടാമത്തേത് അവരുടെ +2. അപ്പോൾ മെയ് 13-22 CBSEയുടെയും സ്റ്റേറ്റ് സിലബസിൻ്റെയും റിസൾട്ട്സ് വരികയും ചെയ്തു. +2 റിസൾട്ട്സും വന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഈ 2 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് പുറത്ത് വിട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ +2 കഴിഞ്ഞിട്ട് ഒരു നോർമൽ ഡിഗ്രി കോഴ്സിനുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഓൾറെഡി ആരംഭിച്ചു. കുട്ടികളൊക്കെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അതേപോലെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലോട്ട് കേരളത്തിനകത്തും പുറത്തൊക്കെയുള്ള പല പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലോട്ടും അഡ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ കുട്ടികളിൽ വലിയൊരു നമ്പർ പുറത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലോട്ട്, പഞ്ചാബിലോട്ടും അതേപോലെ ചെന്നൈയിലോട്ടും ബാംഗ്ലൂരിലോട്ടൊക്കെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോഴും ജെയുടെ എക്സാം കഴിഞ്ഞ് അഡ്വാൻസ്ഡിൻ്റെ എക്സാം മെയിൽ നടക്കുന്ന പരീക്ഷ അതും കഴിഞ്ഞ്, ഇത് ഏപ്രിലിൽ മെയിൽ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ കൗൺസിലിംഗ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പൂർത്തിയായി. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ എല്ലാ സ്ഥലത്തും അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിലെ 50,000 എഞ്ചിനീയറിംഗ് സീറ്റ്സിലോട്ട് ഇതുവരെ അഡ്മിഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടില്ല. ഇതിനുള്ള ഡിലേ ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, പത്ര റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ തവണത്തെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിൽ വഴി കേരള സിലബസിലെ കുട്ടികൾക്ക് 27 മാർക്ക് കുറയുകയും CBSEയിലെ കുട്ടികൾക്ക് 8 മാർക്ക് കൂടുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി. കേരള സിലബസിലെ ഓവർ ലിബറൽ വാല്യുവേഷന് എളുപ്പമുള്ള പരീക്ഷകളാണ് ഇതിലോട്ട് നയിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും അത്തരത്തിലുള്ളൊരു സ്റ്റാൻഡർഡൈസേഷൻ നടത്തിയാൽ മേ ബി വലിയ പരാതികൾ ഉയരും, കുട്ടികൾക്ക് കേരള സിലബസിലെ കുട്ടികൾ പിന്നിലായി പോകും എന്നുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. അപ്പോൾ ആ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോ മേ ബി തീരുമാനമെടുത്തിട്ടില്ല. അതിൻ്റെ എനിക്കറിയില്ല, ഞാൻ പത്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. അത് തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് ഈ ഒരു കാര്യം ലേറ്റ് ആകുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ മനസ്സിലാകുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഈ ലേറ്റ് ആകുന്നത് കുട്ടികളുടെ അഡ്മിഷനെ മാത്രമല്ല അവരുടെ ഫ്യൂച്ചറിനെ വളരെ ഗൗരവതരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഈ ഒരു റിസൾട്ട് വന്നിട്ട് വേണ്ടിയിട്ടും ഒരു കുട്ടിക്ക് ഞാൻ മേ ബി റിപ്പീറ്റിന് പോകണോ, അല്ലെങ്കിൽ ഞാൻ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ചേരണോ, അല്ലെങ്കിൽ എനിക്ക് ഗവൺമെൻറ് സീറ്റ് കിട്ടുമോ, ഇനി അല്ലാതെ ഞാൻ എൻ്റെ ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് മേ ബി ഒരു കേരള യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ മേ ബി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയോ ഇനി പുറത്തുള്ള ഏതെങ്കിലും CUT വഴി അതിലോ ഏതിലാണ് പോകേണ്ടതെന്നുള്ളത് തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വരേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിലെ 70,000 കുട്ടികൾ എഴുതുന്ന 80,000 കുട്ടികൾ എന്നൊരു പരീക്ഷയെ ഇത്ര ലാഘവത്തോടെയാണോ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ സർക്കാർ കാണുന്നത് എന്നുള്ളത് ഇത് തീരുമാനം എടുക്കേണ്ട. ഏത് സ്റ്റാൻഡർഡൈസേഷൻ ഇന്ന രീതിയിൽ വേണമെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, അതൊക്കെ അതിൻ്റെ വിദഗ്ധർ പറയട്ടെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ പോലത്തെ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരണം. അപ്പോൾ അത് ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക് വെച്ചിട്ടുള്ള റേഷ്യോയിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ കുട്ടികൾക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ ശാസ്ത്രീയതയും അശാസ്ത്രീയതയൊക്കെ അതിൻ്റെ ആളുകൾ ചർച്ച ചെയ്യട്ടെ. പക്ഷേ ഈ ഒരു മാർക്ക് ലിസ്റ്റ് റിലീസ് ചെയ്യുന്ന ഇതിൻ്റെ മേലെ അടയിരുന്നിട്ട് ആർക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ ഉദ്യോഗസ്ഥരോ നമ്മുടെ മന്ത്രിമാരുടെയൊക്കെ മക്കൾ ഈ പരീക്ഷ എഴുതിയിട്ട് അവരെ ഇതിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് വിചാരിച്ചാൽ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ ഈ കീമുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ തവണ ഒന്നുമില്ലെങ്കിലും പരാതികളില്ലാതെ ഒരുപാട് തവണ പരീക്ഷ നടത്താൻ എൻട്രൻസ് കമ്മീഷണർ സാധിച്ചു. പക്ഷേ ഇപ്പോഴും റിസൾട്ട് പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ തവണ പരാതികളായിരുന്നു. ഇത്തവണയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യുകയും അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ നോർമലൈസേഷൻ ഇഷ്യൂസൊക്കെ ഇപ്പോഴും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ വൃത്തിക്ക് ഒരു പരീക്ഷ നടത്താനോ അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നത് എന്തിനാണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മെഡിസിന് നീറ്റ് ഒരു യൂണിഫൈഡ് എക്സാം ആയിട്ടുണ്ട്. ജെയിലെ മാർക്ക് എടുത്താൽ പോരെ എന്നുള്ളതാണ് എനിക്കൊരു സജഷനായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത്. കഴിഞ്ഞ തവണ ഞാൻ അത് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് നമ്മൾ കീമ് പോലത്തെ ഒരു എക്സാം വീണ്ടും കണ്ടക്ട് ചെയ്യണം? ഇതിന് എനിക്ക് ന്യായമായ ചില കാരണങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. ഒന്നാമത്തെ കാരണം എന്നുള്ളത് കീമിനും ജെഇക്കും ഏകദേശം ഒരേ സിലബസാണ്. സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. ജെഇയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് ഒരു പ്രഷറും സ്ട്രെസ്സും കൂടേണ്ട എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ള നിലക്ക് ജെഇ ഓൾറെഡി 2 സെഷൻസ് നടക്കുന്നുണ്ട്. അതിലെ ബെസ്റ്റ് സ്കോറാണ് എടുക്കുന്നത്. നമുക്കും അതേപോലെ എടുക്കാം.
ഇനി നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ മേ ബി കോച്ചിങ് ഇല്ലാത്ത കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയമാണ് എന്നുണ്ടെങ്കിൽ ഈ JEE മാർക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് +2 മാർക്ക് ഇതുപോലെ നമുക്ക് കീമിൽ ചെയ്യുന്ന പോലെ +2 മാർക്ക് ആഡ് ചെയ്താൽ പോരെ. എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ പരീക്ഷകൾ നടത്തുന്നത്? ഇത്തവണ പോലും സെൻറ്ററുകളും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഓൾറെഡി യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സാം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതേപോലെ ഫോളോ ചെയ്താൽ മതി. ഇനി ടഫ്നെസ് ലെവൽ ചിലർ പറയുന്നത് കീം നമ്മുടെ സ്റ്റുഡൻസിന് എന്താ പറയുക, JEE നമ്മുടെ സ്റ്റുഡൻസിന് അത്ര യോജിച്ചതല്ല. കീം എന്നുള്ളത് ശരിക്കും ഒരു മെമ്മറി സ്പീഡ് ടെസ്റ്റാണ്. ഒരു ചെറിയ സമയം കൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ്. JEE ആണ് കുറച്ചുകൂടി ഒരാളുടെ ഇൻ്റലക്റ്റ് അടക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇരുന്ന് സമാധാനപരമായി പ്രോബ്ലം ചെയ്യാൻ അവസരം നൽകുന്ന ഒരു പരീക്ഷ എന്നുള്ളത് ആക്ച്വലി JEE ആണ്. അപ്പോൾ എല്ലാ നിലക്ക് നോക്കിയാലും നമുക്ക് ഒരു പരീക്ഷയുടെ ആവശ്യമില്ല. നമുക്കൊരു പരീക്ഷ ഇനി അത്ര ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വൃത്തിക്ക് നടക്കാനും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അങ്ങനെ യൂണിഫൈഡ് പരീക്ഷയിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോലാഹലങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. മേ ബി സ്റ്റാൻഡർഡൈസേഷൻ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ഉചിതമായിട്ടുള്ളൊരു തീരുമാനം നമ്മുടെ കുട്ടികൾക്കൊന്നും പ്രത്യേകിച്ച് അവർക്ക് പ്രശ്നമില്ലാത്ത രീതിയിലൊരു തീരുമാനം ഗവൺമെൻറ് എടുത്താൽ മതിയാവും. അടുത്ത വർഷമെങ്കിലും ഈ പരീക്ഷ കീം എന്ന് പറഞ്ഞ പരീക്ഷ നമ്മൾ ഒഴിവാക്കി കുട്ടികൾ എന്ത് ചെയ്യണം? കുട്ടികളൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടികൾ JEE ലെവലിലൊന്ന് പഠിക്കണം. കുറച്ചുകൂടി മെമ്മറി സ്പീഡ് ബേസ് ആയിട്ട് കീം ലെവലിൽ വീണ്ടും ഒരു കോച്ചിങ്ങിനും ക്രാഷിനൊക്കെ അതിന് ശേഷം പോകേണ്ട ഒരു അവസ്ഥയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ഇടക്കിടക്ക് വരുന്നു, അവർക്ക് ഏപ്രിലിൽ ഇതൊക്കെ പഠിച്ചെഴുതാനുള്ള സമയമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നത്? ഇത്തവണ നടത്തിയത് എത്രയും പെട്ടെന്ന് ആ റാങ്ക് ലിസ്റ്റ് ഒന്ന് പുറത്ത് വിട്ടിട്ട് ആ കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി കൊടുത്താൽ അവർക്ക് എന്തൊരു സമാധാനം ഉണ്ടാവും. നമ്മളെ കുട്ടികൾ ഫീസൊക്കെ തന്ന് നടത്തുന്ന പരീക്ഷയല്ലേ, വെറുതെ എഴുതുന്ന പരീക്ഷ എന്നല്ലോ. അവരുടെ അടുത്ത് 1000 രൂപ 1500 രൂപയൊക്കെ വാങ്ങിയിട്ടാണ് ഈ പരീക്ഷയൊക്കെ നടത്തുന്നത്. അല്ലാതെ നമ്മൾ ആർക്കും ഔദാര്യമായി ചെയ്തു കൊടുക്കുന്നതല്ല. കുട്ടികളെ സെൻട്രലായിട്ട് വെച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ എന്താ നമുക്ക് സാധിക്കാത്തത്? ഈ വിഷയത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് വരണം എന്നുള്ള ഒരു കാര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഒരു ഷോർട്സും റീൽസൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർ അത് കണ്ട് സംസാരിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ വിഷയത്തിൽ എൻ്റെ ഒരു നിലപാട് ഇതാണെന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യാനുള്ള റീസൺ അതാണ്. നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ പറയുന്നത് ന്യായമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ വിഷയത്തിൽ നിർബന്ധമായിട്ടും സർക്കാരിൻ്റെ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ ക്ഷണിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്തരം ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. പലപ്പോഴും വളരെ പെരിഫറലായിട്ടുള്ള വിഷയങ്ങളിൽ ഹോട്ട് ആൻഡ് സെൻസേഷണൽ ആയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് മാധ്യമങ്ങൾക്ക് അടക്കം താല്പര്യം. പക്ഷേ ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങൾ പലപ്പോഴും പൊതുജന ശ്രദ്ധയിലോ സർക്കാരിൻ്റെ ശ്രദ്ധയിലോ കൊണ്ടുവരുന്നിടത്ത് നമ്മുടെ മാധ്യമ പ്രവർത്തകരും പരാജയപ്പെടുന്നു എന്ന് പറയുന്നിടത്ത് വളരെ സങ്കടമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. പെട്ടെന്ന് ഈ വീഡിയോ ഇങ്ങനെ സെൽഫി വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള റീസൺ ഇത് വളരെ ഗൗരവകരമായ വിഷയമായി തോന്നിയത് കൊണ്ടാണ്. താങ്ക് യു.